കാരണം ചാലക്കുടി പെരുന്നാൾ വലിയ ആഘോഷത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പെരുന്നാളുകളുടെ എല്ലാം പിറകിൽ പ്രവർത്തിക്കുന്ന, ഇത് ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് വ്യാപാരികൾ. നമുക്കറിയാം, ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു കവല, ഒരു അങ്ങാടി എന്നൊക്കെ പറയുമ്പോൾ അത് രൂപാന്തരപ്പെടുന്നത് തന്നെ അവിടെയുള്ള കച്ചവട മേഖലകളിലേക്ക് ആളുകൾ കടന്നു വരുന്നതോടുകൂടിയാണ്. ഒരു നാലും കൂടിയ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു തെരുവ്, ഇതിന് ചുറ്റും കടകൾ വരുന്നു, ആ കടകളിലേക്ക് ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നു. അപ്പോഴാണ് ഒരു പട്ടണം എന്നോ അതല്ലെങ്കിൽ ഒരു അങ്ങാടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചാലക്കുടി പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് തന്നെ ഇവിടുത്തെ വ്യാപാരികൾ ഇവിടുത്തെ ഓരോ ആഘോഷങ്ങളുടെയും ഇവിടുത്തെ ഓരോ സാമൂഹിക പ്രവർത്തനങ്ങളുടെയും ഒക്കെ പിറകിൽ വലിയ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഇവിടുത്തെ വ്യാപാരികൾ, മർച്ചൻ്റ് അസോസിയേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാലക്കുടിയുടെ ദേശീയോത്സവങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ ചാലക്കുടി അമ്പ് തിരുനാൾ ഏറ്റവും മനോഹരമാക്കി ആഘോഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വ്യാപാരികളാണ്. ഇത് ആഘോഷമാക്കുക എന്ന് മാത്രമല്ല, ചാലക്കുടിയുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളായിട്ടും ഞാൻ മറ്റ് സ്ഥലങ്ങളൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ പറയാണ്, ഞങ്ങളുടെ ചാലക്കുടിയിൽ ഒരിക്കലും ഒരു മതലഹളയോ വർഗീയ ലഹളയോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ചാലക്കുടിയുടെ ഒരു മാനവികതയാണ്, ചാലക്കുടിയുടെ ഒരു മതമൈത്രിയാണ്. തീർച്ചയായിട്ടും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പരിപാടികളിലും ഈ മാനവികത ഊട്ടി ഉറപ്പിച്ചുകൊണ്ടായിരിക്കും ചാലക്കുടിയിലെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ചാലക്കുടി ഫൊറോന വികാരി പാത്താണ്ണച്ചൻ, അദ്ദേഹം കണ്ണമ്പുഴ ക്ഷേത്രത്തിലേക്ക് ചെല്ലും, അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലേക്ക് കടന്നു ചെല്ലും. ഉസ്താദായിരുന്നാലും ഹുസൈൻ ബാഖവി അവറുകളായിരുന്നാലും പള്ളിയിലേക്ക് വരും, ക്ഷേത്രത്തിലേക്ക് വരും, മറ്റ് സ്ഥലങ്ങളിലേക്ക് ചെല്ലും. ഇതൊക്കെ ഒരു പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാനവികതയുടെ ഇടം കൂടിയാണ് ചാലക്കുടി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആഘോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മതമൈത്രി സംഗമങ്ങൾ. ഇത്തവണത്തെ മതസൗഹാർദ്ദ സംഘം സാധാരണ മർച്ചൻ്റ് അസോസിയേഷൻ നോർത്ത് ജംഗ്ഷനിലാണ് ഈ മതസൗഹാർദ്ദ സമ്മേളനം സംഘടിപ്പിക്കുക. പക്ഷേ ഇത്തവണ അമ്പ് കുറച്ചും കൂടി നേരത്തെ ഇറങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ട് സൗത്തിൽ അമ്പ് കുറേയും കൂടി ഒരു ഗരിമയാർന്ന മനോഹരമായൊരു സംമോഹന കാഴ്ചയാക്കി മാറ്റുന്നതിന് വേണ്ടി സൗത്ത് ജംഗ്ഷനിലാണ് മതമൈത്രി മതസൗഹാർദ്ദ സമ്മേളനം സംഘടിപ്പിച്ചത്. ഇതിൽ നമ്മുടെ പാത്താണ്ണച്ചൻ അതുപോലെ തന്നെ ഹുസൈൻ ബാഖവി അവറുകൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ പെട്ടെന്നുള്ള ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് എത്താൻ സാധിക്കാതിരുന്നത്. അദ്ദേഹം ഏത് പ്രവർത്തനങ്ങളിലും ഇത്തരം മാനവികത ഉയർത്തുന്ന മതസൗഹാർദ്ദ സമ്മേളനങ്ങളെല്ലാം തന്നെ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഗായത്രി ആശ്രമത്തിൽ നിന്നുള്ള ഗുരുദർശന രഹന, അതുപോലെ തന്നെ കണ്ണമ്പുഴ ക്ഷേത്രത്തിൻ്റെ താലപ്പൊലി മഹോത്സവം പ്രസിഡന്റ് ഹരിനാരായണൻ അവറുകൾ, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു ആലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, വാർഡ് കൗൺസിലർ TD എലിസബത്ത്, പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ അടക്കം മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുത്തു. സൗത്ത് അമ്പ് പ്രദക്ഷിണം ഇറങ്ങുന്നതിന് മുൻപ് ഒരു മാനവികതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിന് തിരികൊളുത്തിക്കൊണ്ടാണ് ഈ സൗത്ത് അമ്പ് പ്രദർശനത്തിന് മർച്ചൻ്റ് അസോസിയേഷൻ നേതൃത്വം കൊടുത്തത് എന്നുള്ള കാര്യം വളരെ സവിശേഷമായ സംഭവമാണ്. എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും നൽകി ഈ നാടിനെയും നാട്ടുകാരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധ സെബസ്ത്യാനോസ് സഹോദരനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ചാലക്കുടിയുടെ ദേശീയോത്സവമായിട്ടുള്ള അമ്പെരുന്നാൾ എല്ലാ വർഷവും വളരെ മനോഹരമായിട്ടാണ് സംഘടിപ്പിക്കാറ്. മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഒരു പങ്ക് വളരെ വലുതാണ്. ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി മർച്ചൻ്റ് അസോസിയേഷൻ നടത്തുന്ന മതസൗഹാർദ്ദ സമ്മേളനം നമ്മുടെ നാടിൻ്റെ ഒരുമയാണ് സൂചിപ്പിക്കുന്നത്. ചാലക്കുടി മർച്ചൻ്റ് അസോസിയേഷൻ്റെയും യൂത്ത് വിങ്ങിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തന പരിപാടികളൊക്കെ ഏറ്റവും മനോഹരമായി കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പല പരിപാടികളിൽ ഞങ്ങൾക്ക് സംബന്ധിക്കാനായിട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും ചാലക്കുടിയിലേക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ ആകർഷിക്കുന്നതിനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ മർച്ചൻ്റ് അസോസിയേഷൻ്റെയും യൂത്ത് വിങ്ങിൻ്റെയും നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ചാലക്കുടി നഗരസഭയുടെ നന്മകളും ഭാവുകളും നേരുന്നു. നമ്മുടെ കൂടപ്പുഴ ഉത്സവം ഇതൊക്കെ ഗംഭീരമാക്കുന്നത് ഒരു കൂട്ടായ്മയായിരുന്നു. അത് എന്താ പറയുക, മതസൗഹാർദ്ദം ഏറ്റവും കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയാണെന്നുള്ളതിൽ നമ്മൾക്ക് അഭിമാനിക്കാം. എല്ലാ മതങ്ങളുടെയും ഫങ്ഷൻസിന് പോയിട്ടുണ്ട്, അമ്പലത്തെ താലികെട്ടിന് പോയിട്ടുണ്ട്, മോസ്കിലെ താലികെട്ടിന് പോയിട്ടുണ്ട്, പള്ളിയിലെ താലികെട്ടിന് പോയിട്ടുണ്ട്, ആഘോഷങ്ങൾക്ക് പോയിട്ടുണ്ട്, ഉത്സവങ്ങൾക്ക് പോയിട്ടുണ്ട്, ഇഫ്താർ വിരുന്നിന് പോയിട്ടുണ്ട്. എങ്ങും അവിടെ സൗഹാർദ്ദക്കുറവ് കണ്ടിട്ടില്ല. സൗഹാർദ്ദക്കുറവ് വരുന്നത് നമ്മൾ മനുഷ്യരെ ഒരുമിച്ച് കൂടുന്നതാണ്. അത് ഏത് മനുഷ്യനും ഒരുമിച്ച് കൂടിയാലുണ്ടാകും.
ചട്ടിയും കലവുമ്പോൾ വല്ലപ്പോഴൊക്കെ തട്ടി മുട്ടിയിരിക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മളത് ദൂരെറിഞ്ഞ് കളയാറില്ല. നാവ് ഇടയ്ക്ക് നമ്മൾ കടിക്കുകയെന്ന് വെച്ചാൽ നാവ് പറിച്ച് കളയാറില്ല. അത് നാവും പല്ലും ഒക്കെ സൗഹൃദത്തിൽ കഴിയുന്നത് പോലെ നമ്മളെന്നും സൗഹൃദത്തിൽ കഴിയും. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത, കേരളത്തിൻ്റെ തനിമ. അത് ഈ ചാലക്കുടിയിൽ വളരെ പ്രത്യക്ഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇവിടെയുള്ള മനുഷ്യർ തമ്മിലുള്ള ഈ വലിയ കൂട്ടായ്മയും സൗഹൃദവും. ഈ അമ്പ് പെരുന്നാൾ അത് മതസൗഹാർദ്ദത്തിൻ്റെ, ചാലക്കുടിയിലെ ഏതൊരു മതവിശ്വാസികളെയും അതിൻ്റെ ഭാഗമാക്കുന്ന വിധത്തിൽ നയിക്കുന്നതിൽ ഈ വ്യാപാരി സഹോദരങ്ങളെ ഇന്ന് ഇതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നറിഞ്ഞതിലുള്ള എൻ്റെ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. പള്ളിയിലെ പെരുന്നാൾ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുകയാണ്. അതിനോട് അനുബന്ധിച്ച് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ മത സാംസ്കാരിക സമ്മേളനത്തിന് കണ്ണമ്പുഴ ക്ഷേത്രത്തിൻ്റെയും താലപ്പൊലി ആഘോഷ കമ്മിറ്റിയുടെയും എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമായി അർപ്പിക്കുകയാണ്. ചാലക്കുടി മർച്ചൻസ് അസോസിയേഷനും ചാലക്കുടി മർച്ചൻസ് യൂത്ത് വിങ്ങും സംയുക്തമായി നടത്തപ്പെടുന്ന ദേശീയോത്സവം. ഈ ദേശീയോത്സവം എന്ന് പറയുമ്പോൾ ചാലക്കുടി വ്യാപാരികൾ എന്ന് പറയുമ്പോൾ ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നടങ്കം വാഴുന്ന ഒരു സ്ഥലമാണ്, പരിപാവനമായ ഒരു സ്ഥലമാണ് ചാലക്കുടി. ഈ ചാലക്കുടിയെ പോലൊരു പ്രത്യേകത കേരളത്തിൽ ഒരു സ്ഥലവുമില്ല എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാം. നോർത്ത് ജംഗ്ഷനിൽ നടത്തുന്ന മതസൗഹാർദ്ദ സമ്മേളനമാണ് ഇന്ന് നമ്മൾ ഇവിടെ വയ്ക്കുന്നത്. അവിടെ അമ്പിറങ്ങുന്നതിന് സമയം കൂടുന്നത് കൊണ്ടാണ് ആ സമയം ലാഭിക്കാൻ വേണ്ടി സൗത്തിൽ ഒരു പരിപാടിയായിട്ടും സൗത്തിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് അമ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ ഈ സൗത്ത് അമ്പ് മതസൗഹാർദ്ദ സമ്മേളനം ആഘോഷിക്കുന്നത്. ടൗൺ അമ്പിനെ സംബന്ധിച്ചുള്ള എല്ലാ പരിപാടികളും സജ്ജമായി കഴിഞ്ഞു. ഇന്ന് ശനിയാഴ്ച സൗത്ത് അമ്പ് ഈ മതസൗഹാർദ്ദ സമ്മേളനം കഴിഞ്ഞാൽ സൗത്ത് അമ്പ് ആരംഭിച്ച് 10 മണിയോടുകൂടി പള്ളിയിൽ കയറുന്നു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച 8 മണിക്ക് നമ്മൾ നോർത്ത് ജംഗ്ഷനിലുള്ള പന്തലിൽ നിന്ന് അമ്പിറങ്ങുന്നതാണ്. അതിനിടയ്ക്ക് നഗരക്കാഴ്ച പരിപാടികൾ ഉണ്ടായിരിക്കും.